Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Ajnanatimidandasya Jnananjana Shalakaya Chakshurunmilitam Yena Tasmai Shri Guruve Namaha. Shri Chaitanya Manobishtam Sthapitam Yena Bhutale Swayam Rupa Kadamahyam Dadati Swapadandikam Vandeham Shri Gurum Shri Udapatakamelam Shri Gurum Vaishnavamsya Shri Rupam Sagrajatam Sagana Raghunatham Vidam Tam Sajivam Sadvaidam Savadudam Parjana Saidam Krishna Chaitanya Devam Shri Radha Krishna Padan Sagana Lalita Shivishakham Vidamsya Ye Krishna Karuna Sindhu Dinabandhu Jagatpade Gopesha Gopika Kanda Radha Kanda Namostude Apta Kanjana Gaurangi Radhe Vrindavaneshwari Vrishabhanu Sude Devi Pranamami Hari Priye Vancha Kalpada Rupesha Kripa Sindhu Bevacha Padidanam Pavanebhyo Vaishnavebhyo Namo Namaha Namo Om Vishnupadaya Krishna Prishtaya Bhutale Srimade Bhaktivedanta Swamini Namine Namaste Saraswati Deve Gauravani Prajarine Nirvishesha Shunyavadi Paschatya Desatari Jaya Shri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadhara Shivasadi Gauravakta Vrinda Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna Hare Om Tat Sat Srimad Bhagavad Gita as it is അധ്യായം 6 ശ്ലോകം 13 മുതൽക്ക് അല്ലെ. സിമി മാതാജി ചിലപ്പോ 8:30 മണി വിചാരിച്ചിരിക്കണ്ടാവും. ഒന്ന് ഇൻഫോം ചെയ്തോളൂ. സമം കായ ശിരോ ഗ്രീവം ധാരയൻ അചലം സ്ഥിരാം സംപ്രേക്ഷ്യ നാസ്തികാഗ്രം സ്വം ദിശശ്ചാനവലോക്യ ലോകയൻ പ്രശന്താത്മാ വിഗതഭീർ ബ്രഹ്മചാരി വ്രതി സ്ഥിത മന സംയമ്യ മച്ചിത്തോ യുക്ത ആശീത മത്പരഃ. പാർവതി മാതാജി. समं कायशिरो ग्रीवां धारयानचलं स्थिरा सम्प्रेक्ष्य नासिकाग्रं स्वं दिशाश्चानवलोकयान् प्रशान्तात्मा विगताभिः ब्रह्मचारी व्रते स्थिता मना संयम्य मच्चित्तो युक्त आसीत मत्परा. Translation. Hare Krishna Prabhuji. One should hold one's body, neck and head erect in a straight line and stare steadily at the tip of the nose. Thus, with an unagitated, subdued mind, devoid of fear, completely free from sex life, one should meditate upon me within the heart and make me the ultimate goal of life. Hare Krishna Prabhuji. Hare. One should hold one's body, neck and head erect in a straight line and stare steadily at the tip of the nose. Thus, with an unagitated, subdued mind, devoid of fear, completely free from sex life, one should meditate upon me within the heart and make me the ultimate goal of life. ഇപ്പോ ഇവിടെ ധ്യാനയോഗത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഈ ധ്യാനയോഗത്തില് ആ നിയമങ്ങളും അതെല്ലാം പാലിച്ച് ഇങ്ങനെ ഒരു സിറ്റിംഗ് പോസ്ചറും അത് കഴിഞ്ഞുള്ള ബാക്കിയുള്ള ഓരോ ആ അംഗങ്ങളും, അതായത് അഷ്ടാംഗ യോഗത്തിലെ ഓരോ പാലിക്കേണ്ട ഓരോ അംഗങ്ങളെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ധ്യാനയോഗം അല്ലെങ്കിൽ അഷ്ടാംഗ യോഗം? നമ്മൾ ആദ്യം തന്നെ പറയുക യമനിയമങ്ങൾ പാലിക്കണം നന്നായിട്ട്. എന്നിട്ട് അതിന് ശേഷം ഒരു സെക്യൂർഡ് പ്ലേസിൽ പോയിട്ട്, പ്രിഫറബിളി ഫോറസ്റ്റ്, അവിടെ കുശാഗ്രാസ് അതിൻ്റെ മീതെ, ഡിയർ സ്കിൻ അതിൻ്റെ മീതെ സോഫ്റ്റ് ക്ലോത്തോ എല്ലാം ഇട്ടിട്ട് എറക്റ്റ് ആയിട്ട് ഇരിക്കുക, നല്ലൊരു പോസ്റ്ററോട് കൂടിയിട്ട്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? സ്റ്റഡിലി സ്റ്റെയർ അറ്റ് ദ ടിപ്പ് ഓഫ് ദ നോസ്. കണ്ണ് പകുതി ക്ലോസ് ചെയ്തിട്ട് പകുതി തുറന്നു പിടിക്കുക, അല്ലെങ്കിൽ ടിപ്പ് ഓഫ് ദ നോസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ആരെ മെഡിറ്റേഷനും
upon me. ആരാണ് പറയുന്നത്? ഭഗവാൻ. And within the heart and make me the ultimate goal of life. അതായത് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ, ഭഗവാന്റെ പാദകമലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സിസ്റ്റം, ഒരു അഷ്ടാംഗ യോഗ, ആ ഒരു യോഗ സിസ്റ്റമാണ് ഇവിടെ. അപ്പോൾ അത് ധ്യാന യോഗം അല്ലെങ്കിൽ അഷ്ടാംഗ യോഗം. ഇത് ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത, ചെയ്യും ആൾക്കാര്, പക്ഷെ അത് എക്സസൈസ് ആയിട്ട് മാത്രമാണ്, അല്ലാണ്ട് യോഗയ്ക്ക് വേണ്ടിയിട്ടല്ല. യോഗ എന്ന് പറഞ്ഞാൽ ഭഗവാനുമായിട്ടുള്ള ആ ഒരു യൂണിയൻ. അതൊരിക്കലും ഇന്നത്തെ കാലത്ത് ഒരാൾക്കും ചെയ്യാൻ പറ്റാത്ത ഒരു പ്രോസസ്സാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള യുഗങ്ങളിൽ അത് നടന്നു പോകുമായിരുന്നു. ഇന്നത്തെ കാലത്ത് നടക്കില്ല. പക്ഷെ എങ്കിലും അർജുനൻ അറിയാൻ ആഗ്രഹിക്കുന്നു. ഭഗവാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണങ്ങൾ ഇവിടെ പറഞ്ഞു കൊടുക്കണം. എന്താണ് അഷ്ടാംഗയോഗം, അതിന് എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം നിയമങ്ങളുണ്ട്, എന്തെല്ലാം നിയമങ്ങളുണ്ട്, ഇതെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ എങ്ങനെ അതിന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു പ്രൊസീജിയേഴ്സാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. ദ ഗോൾ ഓഫ് ലൈഫ് ഈസ് ടു നോ കൃഷ്ണ. അപ്പൊ അതിനു വേണ്ടിയിട്ടായി ഭഗവാനെ അറിയാനും ഭഗവാനുമായിട്ടുള്ള ഒരു യൂണിയനും, ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഒരു യൂണിയൻ, അതിനു വേണ്ടിയിട്ടാണ് ഈ യോഗ എല്ലാം ചെയ്യുന്നത്. അത് ഏത് യോഗയിലും ശരി, കർമ്മയോഗ ആയിക്കോട്ടെ, ജ്ഞാനയോഗ അല്ലെങ്കിൽ അഷ്ടാംഗ യോഗ അല്ലെങ്കിൽ ഭക്തി യോഗ, ഏതായാലും ശരി, പർപ്പസ് എന്താ? ടു നോ കൃഷ്ണ ആൻഡ് ടു ലിങ്ക് വിത്ത് കൃഷ്ണ, ടു റീഎസ്റ്റാബ്ലിഷ് അവർ റിലേഷൻ. അതിനു വേണ്ടിയിട്ടാണ്. Who is situated within the heart of every living being as Paramatma, the four-handed Vishnu form. അപ്പോൾ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പരമാത്മാവായിട്ട് വിഷ്ണുവിൻ്റെ ആ ഒരു രൂപത്തിൽ 400 വിഷ്ണു ഫോമിലാണ് ഇരിക്കുന്നത്. അപ്പൊ ആ വിഷ്ണുവിനെ ധ്യാനിച്ചിട്ട് വേണം നമ്മൾ യോഗ ചെയ്യാൻ വേണ്ടി. ദ യോഗ പ്രോസസ് ഇസ് പ്രാക്ടീസ് ഇൻ ഓർഡർ ടു ഡിസ്കവർ ആൻഡ് സീ ദിസ് ലോക്കലൈസ്ഡ് ഫോം ഓഫ് വിഷ്ണു ആൻഡ് നോട്ട് ഫോർ എനി പർപ്പസ്. അപ്പോൾ വളരെ ക്ലിയർ ആണ് എന്താണ് യോഗ, യോഗയെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. അത് ഭഗവാന്റെ റിയലൈസേഷൻ ഉണ്ട്. ഭഗവാൻ നമ്മുടെ ഹൃദയത്തില് പരമാത്മാവായിട്ടുണ്ട്. ആ പരമാത്മാവായിട്ടുള്ള ഭഗവാൻ വിഷ്ണുവിനെ നമുക്ക് ലഭിക്കണം, അല്ലെ? അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രോസസ്സാണ് ഈ യോഗ. വേറെ ഒരു പർപ്പസും അല്ല. ടു ഡിസ്കവർ ആൻഡ് സീ ദ ലോക്കലൈസ്ഡ് ഫോം ഓഫ് വിഷ്ണു. The localized Vishnu Murti is a plenary representation of Krishna dwelling within one's heart. അപ്പോൾ ഭാഗവതനും അത് പറയുന്നുണ്ട്, ഏതേച്ചാംശ കലാപംസ കൃഷ്ണാസ്തു ഭഗവാൻ സ്വയം. അപ്പൊ എല്ലാ രൂപങ്ങളും നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന അവതാരങ്ങൾ എല്ലാ അവതാരങ്ങളും ഭഗവാൻ സ്വയം, ഭഗവാൻ കൃഷ്ണന്റെ അംശങ്ങളോ അംശത്തിന്റെ അംശങ്ങളോ കല അങ്ങനെയുള്ള ആ എക്സ്പാൻഷൻസ് ആണ്. പക്ഷെ ഭഗവാൻ കൃഷ്ണനാണ് സ്വയം ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈവൻ പരമാത്മാവിട്ട് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ആ വിഷ്ണുവും പോർഷൻ ഓഫ് ദ പോർഷൻ ഓഫ് ദ പോർഷൻ ഓഫ് ദ പോർഷൻ ഓഫ് ലോർഡ് കൃഷ്ണ. So one who has no program, one who has no program to realize the Vishnu Murti is uselessly engaged in mock yoga practice and is certainly wasting his time. അപ്പോൾ ആ ഉദ്ദേശത്തോടു കൂടി അല്ല നമ്മൾ യോഗ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ശ്രമ ഏവഹി കേവലം വേസ്റ്റിംഗ് അവർ ടൈം. കൃഷ്ണ is the ultimate goal of life and the Vishnu Murti situated in one's heart is the object of yoga practice. അപ്പോൾ ആ വിഷ്ണുമൂർത്തിയാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഓഫ് യോഗ. അപ്പോൾ ആ വിഷ്ണുമൂർത്തി അല്ലെങ്കിൽ പരമാത്മാവിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കാണാൻ വേണ്ടിയിട്ട്, ദർശനം വേണ്ടിയിട്ടും പിന്നെ ആ ഒരു കണക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ യാതൊരു അർത്ഥമില്ല യോഗ പ്രാക്ടീസിന്. ടു റിയലൈസ് ദിസ് വിഷ്ണുമൂർത്തി വിത്തിൻ ദ ഹാർട്ട് one has to observe complete abstinence from sex life. Therefore one has to leave home and live alone in a secluded place, remaining seated as mentioned above. അപ്പോൾ ഈ യോഗ പ്രാക്ടീസിന് ചെയ്യാൻ വീട്ടിലിരുന്നോ അല്ലെങ്കിൽ സിറ്റിയിലിരുന്നോ നടക്കില്ല. അടുത്ത ഒരുപാട് ഡിസ്ട്രാക്ഷൻ ഉണ്ട്. വീട്ടിൽ നമ്മൾ ഗൃഹസ്ഥ ആശ്രമത്തിലിരിക്കുമ്പോൾ നടക്കില്ല. So you have to abstain from sex life and you have to abstain from all other self gratificatory activities. അപ്പോൾ അത് നമ്മൾ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാറി സെക്യുലർ പ്ലേസിൽ പോയി
നമ്മൾ totally away from family and responsibilities, then you should practice the yoga. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഈ യുഗത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിസ്റ്റമാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. കാരണം മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ കൃഷ്ണനെ നമ്മൾക്ക് പ്രാപിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അത് നടന്നില്ലെങ്കിൽ പിന്നെ എന്താണ് കാര്യം? സോ ടു റിയലൈസ് ദിസ് വിഷ്ണുമൂർത്തി വിത്തിൻ ദ ഹാർട്ട്, one has to observe. അത് വായിച്ചു നോക്കേ. Live alone in a secluded place, remaining seated as mentioned above. One cannot enjoy sex life daily at home or elsewhere and attend a so-called yoga class and thus become a yogi. പ്രഭുപാദ പറയുന്നത് ഗൃഹസ്ഥന്മാരെ പോലുള്ള നമ്മൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം നമ്മളുടെ ഗൃഹസ്ഥ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നമുക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാൻ നടക്കില്ല എന്നാണ് പറയുന്നത്. One has to practice controlling the mind and avoid all kinds of sense gratification, of which sex life is the chief. In the rules of celibacy written by the great sage Yajnavalkya, it is said, Karmana manasa vacha sarvavasthasu sarvada sarvatra maithunatyago brahmacharyam prachakshate. The vow of brahmacharya is meant to help one completely abstain from sex intelligence in work, words and mind. Manasa vacha karma കൊണ്ട് നമ്മൾ എല്ലാ സെൻസ് ഗ്രാറ്റിഫിക്കേറ്ററി ആക്ടിവിറ്റീസും നമ്മൾ ത്യജിക്കണം at all times, under all circumstances, in all places. ഇത് കുറച്ച് ദിവസത്തിന്റെ പരിപാടി ഒന്നുമില്ല. കാരണം വെച്ചാൽ യോഗ പ്രാക്ടീസ് പറഞ്ഞാൽ you are totally aloof from the family life. You are totally aloof from the family life. You are going for renounce order of life ആണ് ടോട്ടലി. അപ്പൊ ആ 2 മാസം പോയിട്ട് തിരിച്ചു വന്നിട്ട് എൻജോയ് ചെയ്യാന്നല്ല പറയുന്നത്. സോ യു ആർ once for all away from home and your only aim is to attain Krishna by performing this type of activities, that is Ashtanga Yoga. So brahmacharya is taught therefore from childhood. When one has no knowledge of sex life, children at the age of 5 are sent to the Gurukula or the place of the spiritual master, and the master trains the young boys in the strict discipline of becoming brahmachari. അപ്പൊ ഇത് ഗുരുകുലത്തിൽ തന്നെ 5-ാമത്തെ വയസ്സിൽ മുതൽക്ക് ഏകദേശം പഠിപ്പിക്കാൻ തുടങ്ങും. അപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് വളരെ ഈസി ആയിട്ട് അവര് മൗൾഡ് ചെയ്ത് എടുക്കാൻ പറ്റും. അല്ലാണ്ട് 60 വയസ്സ് വരെ 50 വയസ്സ് വരെ 60 വയസ്സ് വരെ നമ്മളെല്ലാം എൻജോയ് ചെയ്തിട്ട് നമ്മൾ യമനിയമങ്ങൾ പാലിക്കണം, ആസനം പിന്നെ പ്രാണായാമം, ഇതൊന്നും നടക്കില്ല, ഒരിക്കലും നടക്കില്ല. സോ ഇറ്റ്സ് ജസ്റ്റ് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ. Without such practice, no one can make advancement in yoga, whether it be a dhyana, jnana or bhakti, especially dhyana yoga. Okay, ഒരു യോഗത്തിലും പറ്റില്ല, പക്ഷെ അതിൽ എസ്പെഷ്യലി ധ്യാന മീൻസ് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണ്. സോ വൺ who however follows the rules and regulations of married life, having a sexual relationship only with his wife and that also under regulation, is called a brahmachari. അപ്പോൾ ഗൃഹസ്ഥ ബ്രഹ്മചാരി എന്ന് പറയാം. റെഗുലേറ്റഡ് ആയിട്ടുള്ള സെൻസ് എൻജോയ്മെന്റ് ചെയ്യുന്ന ആൾക്കാരെ ഗൃഹസ്ഥ ബ്രഹ്മചാരി എന്ന് പറയും. സച്ച് എ റിസ്ട്രെയിൻഡ് ഹൗസ് ഹോൾഡ് ബ്രഹ്മചാരി മേ ബി അക്സെപ്റ്റഡ് ഇൻ ദ ഭക്തി സ്കൂൾ. അപ്പൊ അവർക്ക് പറഞ്ഞിരിക്കുന്നതാണ് ഭക്തി മാർഗം. ബട്ട് ദ ജ്ഞാന ആൻഡ് ധ്യാന സ്കൂൾസ് ഡു നോട്ട് ഈവൻ അഡ്മിറ്റ് ഹൗസ് ഹോൾഡ് ബ്രഹ്മചാരി. അപ്പൊ ജ്ഞാനമാർഗത്തിലും ധ്യാനമാർഗത്തിലും അതായത് ഗൃഹസ്ഥ ബ്രഹ്മചാരിയെ അക്സെപ്റ്റ് ചെയ്യില്ല. പ്യുവർലി ഏത് ബ്രഹ്മചാരി, അതായത് കുട്ടിക്കാലം മുതൽ തന്നെ ബ്രഹ്മചര്യ അനുഷ്ഠിച്ച് പോകുന്ന ആ തരത്തിൽ. അല്ലാണ്ട് ഗൃഹസ്ഥാശ്രമത്തിൽ കിടക്കുന്ന ജീവിക്കുന്ന ഒരു വ്യക്തിയെ ധ്യാനമാർഗത്തിലോ ജ്ഞാനമാർഗത്തിലോ അവർ അഡ്മിറ്റ് ചെയ്യില്ല എന്ന് പറയുന്നു. They require complete abstinence without compromise. In the Bhakti school, a householder brahmachari is allowed to control sex life because the cult of Bhakti Yoga is so powerful that one automatically loses sexual attraction being engaged in the superior service of the Lord. In the Bhagavad Gita 2.9, it is said, Vishaya vinivartante niraharasya dehina rasavarjam rasopyasya param drishtva nivartate. Whereas others are forced to restrain themselves from sense gratification. A devotee of the Lord automatically refrains because of superior taste. Other than devotee, no one has any information of superior taste. അപ്പൊ ഭക്തിമാർഗം സ്വീകരിച്ച ഒരു വ്യക്തിക്ക്, ഒരു ഡിവോട്ടിക്ക്, ഒരു ഭക്തന് അത് ഈസി ആയിട്ട് അതിനെ മറികടക്കാൻ പറ്റും. കാരണം വെച്ചാൽ ദേ ആർ ട്രെയിൻ ഇൻ സച്ച് എ വേ. അവർക്ക് അതിന്റെ ഹയർ ടേസ്റ്റ് കിട്ടിയാൽ
വളരെ ഈസിയാണ്. മറ്റുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ അവർക്ക് ഇതിനെപ്പറ്റി യാതൊരു ഗ്രാഹ്യമില്ല. അതാണ് പറയുന്നത്. അപ്പൊ ഒരു സുപ്പീരിയർ ടേസ്റ്റിന്റെ ഇൻഫോർമേഷൻ ഡിവോട്ടീസിന് ആൾറെഡി ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ഇത് ഈസിയാണ്. വിഗത ഭി, വൺ കനോട്ട് ബി ഫിയർലെസ് അൺലെസ് വൺ ഈസ് ഫുള്ളി ഇൻ കൃഷ്ണ കോൺഷ്യസ്. അപ്പൊ ഭഗവാന്റെ ആ കൃഷ്ണാവബോധത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ഫിയർലെസ് ആയിട്ട് ഇരിക്കാൻ പറ്റും. ബാക്കിയുള്ളവർക്ക് എവറി സ്റ്റെപ്പ് ഡേഞ്ചറാണ്, എവറി സ്റ്റെപ്പ് ആങ്സൈറ്റിയാണ്, അല്ലെ? എന്താണ് അടുത്ത നിമിഷം സംഭവിക്കുക നമുക്കറിയില്ല. സോ എ കണ്ടീഷൻ സോൾ ഈസ് ഫിയർഫുൾ due to his perverted memory, his forgetfulness of his eternal relationship with Krishna. The Bhagavatam 11.2.37 says, Bhayam didiyabhi viminiveshata syad ishad apatasya viprayayo smriti. Krishna consciousness is the only basis for fearlessness. Therefore, perfect practice is possible for a person who is Krishna conscious. And since the ultimate goal of yoga practice is to see the Lord within, a Krishna conscious person is already the best of all yogis. The principles of yoga system mentioned herein are different from those of the popular so-called yoga society. Appo ഇവിടെ പറഞ്ഞിരിക്കുന്ന therefore perfect practice is possible for a person who is Krishna conscious. പെർഫെക്റ്റ് പ്രാക്ടീസ് ആർക്കാണ് സാധിക്കുന്നത്? കൃഷ്ണാവബോധത്തിൽ. എങ്ങനെ സാധിക്കും? മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് സാധിക്കില്ല? എന്താണ് കാരണം? കൃഷ്ണ കോൺഷ്യസിൽ ആ അവബോധത്തിൽ ഇരിക്കുന്ന, അത് പ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് പെർഫെക്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് പറ്റില്ല. എന്താ കാരണം? Because our ultimate goal is to see Krishna. Ultimate goal എന്ന് പറയുന്നത് to realize Lord. മറ്റേ പ്രാക്ടീസസിൽ അതല്ല എയിം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. Okay. Anything more to contribute? കറക്റ്റ് ആയിട്ടുള്ള കൃഷ്ണ കോൺഷ്യസ്നെസ്സിലൂടെ മാത്രമേ പറ്റുള്ളൂ. എന്ത് സെൻസ് കൺട്രോൾ. Okay, good. Therefore, perfect practice is possible for a person who is Krishna. കാരണം കൃഷ്ണാവബോധത്തിലുള്ള ഒരു വ്യക്തിക്ക് അറിയാം എന്താണ് നമ്മൾ ഈ മനുഷ്യജന്മത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം എന്താണ്. അപ്പൊ അത് എന്ത് ചെയ്താലാണ് നമുക്ക് ആ മനുഷ്യജന്മത്തിലെ ഉദ്ദേശം സാധിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് എന്തിനാണ് മനുഷ്യജന്മം തന്നെ അറിയില്ല. പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. മനുഷ്യജന്മം ഒക്കെ ഇത് ഒരിക്കൽ മാത്രം കിട്ടുന്ന ജന്മമാണ്, മാക്സിമം എൻജോയ് ചെയ്യാൻ, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ കൃഷ്ണ കോൺഷ്യസ്നെസ്സിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമാണ് എന്താണ് മനുഷ്യജന്മം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്തിനാണ് മനുഷ്യജന്മം, ഇത് എപ്പോഴും കിട്ടുന്നതല്ല. അതുകൊണ്ട് ഈ മനുഷ്യജന്മം നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയൂ. ബാക്കിയുള്ള ആൾക്കാർക്ക് ആരും അറിയില്ല. ബാക്കിയുള്ള ഇപ്പൊ സാധാരണ നമ്മൾ മാക്സിമം നമ്മൾ നോക്കിയാലും നമ്മൾ ഭഗവാന്റെ അടുത്ത് പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4 കാര്യങ്ങൾക്കാണ്. ഔട്ട് ഓഫ് ഫിയർ, ഔട്ട് ഓഫ് ഡ്യൂട്ടി, ഔട്ട് ഓഫ് ഡിസൈർ, ഔട്ട് ഓഫ് ലവ്, അല്ലെ? ഈ 4 കാര്യങ്ങൾക്കാണ്. അപ്പൊ അതിൽ കൂടുതൽ ആൾക്കാരും ഔട്ട് ഓഫ് ഫിയർ ആണ്. അപ്പൊ ഔട്ട് ഓഫ് ഫിയർ എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ഭഗവാനെ പ്രാർത്ഥിക്കാൻ പോകുന്നത്. പിന്നെ പോകുന്നത് ഔട്ട് ഓഫ് ഡ്യൂട്ടി, അതായത് ഭഗവാൻ നമുക്ക് അറിഞ്ഞ് പല കാര്യങ്ങൾ തന്നിട്ടുണ്ട് ആസ് എ ഗ്രാറ്റിറ്റ്യൂഡ്. പിന്നെ ഡിസയർസ്, ഒരുപാട് ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ അടുത്ത് പോകും. പിന്നെ ഏറ്റവും ടോപ്പ് പൊസിഷൻ ഔട്ട് ഓഫ് ലവ്, വിത്തൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ്, ബിക്കോസ് ഇറ്റ്സ് അവർ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ. അപ്പൊ ഈ തലത്തിലുള്ള ജ്ഞാനം നമുക്ക് കൃഷ്ണ കോൺഷ്യസ്നെസ്, അതായത് ആ കൃഷ്ണാവബോധത്തിലുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് പ്രകാരം അവർ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ട്രൈ. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഓവർനൈറ്റ് will happen, but at least they know theoretically and they are trying to inculcate in their daily life. അത് പതുക്കെ അവർ പ്രാക്ടീസ് ചെയ്തിട്ട് one day
they will succeed in their effort എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. Therefore, perfect practice is possible for a person who is Krishna conscious. അല്ലാത്തവർക്ക് അതിനെപ്പറ്റി യാതൊരു ഗ്രാഹ്യമില്ല അല്ലേ. സാധനം എന്താണെന്ന് അറിഞ്ഞാലല്ലേ അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ കൃഷ്ണ കോൺഷ്യസ്, എസ്പെഷ്യലി നമ്മള് ഈ പ്രഭുപാദരെ ഭഗവത്ഗീത, ഭാഗവതം എന്നീ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് തിയററ്റിക്കൽ നോളജ് ഉണ്ടായി. പിന്നെ നമുക്ക് വേണ്ടത് അതിലൊരു കൺവിക്ഷനാണ്. അതിലൊരു ശ്രദ്ധ, ഒരു ഫെയ്ത്ത്. ആ ഒരു ഫെയ്ത്ത് കൂടി ഉണ്ടെങ്കിൽ പിന്നെ പതുക്കെ പതുക്കെ നമ്മൾ അതിനെ പ്രാക്ടീസ് ചെയ്യണം. ആ പ്രാക്ടീസ് സിൻസിയറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാന്റെ കൃപ ഉണ്ടായിരിക്കും. അപ്പൊ ഒരു സിൻസിയറിറ്റി വേണം. ഒരു ഷോ ഓഫ് ആണെങ്കിൽ നടക്കില്ല. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പല ആൾക്കാരും അങ്ങനെയുണ്ട്. അതായത് ഷോ ഓഫ്. ഞാനും ഡിവോട്ടിയാണ്, ഞാനും അത് ചെയ്യണം, ഇത് ചെയ്യും, ഞാനും യജ്ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാനും ദാനം ചെയ്യുന്നുണ്ട്, ഞാനും അമ്പലത്തിൽ പോകുന്നുണ്ട്. ഷോ ഓഫിന് വേണ്ടിയിട്ട് ചെയ്ത കാര്യമില്ല. ഇറ്റ് ഷുഡ് കം ഫ്രം ഫ്രം വിതിൻ, ഫ്രം ദ ഹാർട്ട്, ഫ്രം ദ കോർ ഓഫ് ദ ഹാർട്ട്. എന്നിട്ട് നമ്മൾ വളരെ സിൻസിയറായിട്ട് ഭഗവാനെ സേവിക്കണം. എന്നാൽ തീർച്ചയായിട്ടും ഭഗവാന്റെ കൃപ കിട്ടും. അപ്പൊ നമുക്ക് ആ പ്രാക്ടീസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് നമുക്കൊരു ശുദ്ധ ഭക്തനായിട്ട് തീരാൻ പറ്റും. അപ്പൊ അതാണ് ഒരു ഗുണം. കൃഷ്ണാവബോധത്തിൽ നിൽക്കുന്ന ഒരു ഡിവോട്ടിക്കുള്ള ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ അതിനെ കൈവിടാതെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ, ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മം, തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു സക്സസ് തലത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അല്ലാത്തവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതാണ് ഇവിടെ പ്രഭുപാദ എടുത്തു പറയുന്നത്. അത് പോസിബിൾ ഫോർ എ പേഴ്സൺ ഹു ഇസ് കൃഷ്ണ കോൺഷ്യസ്നസ്. മറ്റുള്ളവർക്ക് പറ്റില്ല. കാരണം അവർക്ക് എന്താണ് നമ്മുടെ ജന്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ എന്തിനു ജനിച്ചു എന്നതിനെ അറിയില്ല. പിന്നെ എങ്ങനെ അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും? അതാണ് അൾട്ടിമേറ്റ് goal of yoga practice is to see the Lord within. A Krishna conscious person is already the best of all yogis. അപ്പോൾ ഒരു കൃഷ്ണാവബോധത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക്, ഭക്തിമാർഗം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ എസ്പെഷ്യലി കലിയുഗത്തിലെ ഈ ധ്യാനയോഗം അല്ലെങ്കിൽ ജ്ഞാനയോഗം ഒന്നും പറഞ്ഞതല്ല. അത് ചെയ്യാനും പറ്റില്ല. സക്സസ് അത് വിജയമായിട്ട് കൈവരിക്കാനും പറ്റില്ല. അതാണ് ബുദ്ധിമുട്ട്. So text 15. Yunjan evam sadatmanam yoginiyad manasam shantim nirvana paramam matsamsamadi gacchati. Okay, Simi Mataji. Hare Krishna Prabhuji. Hare Krishna. Yujjanevam sadatmanam yogi niyada manasaha shantim nirvana paramam matsamstamadi gacchati. Parvati Mataji, translation. Thus, practicing constant control of the body, mind, and activities, the mystic transcendentalist, his mind regulated, attains to the kingdom of God or the abode of Krishna by cessation of material existence. Very good. Thus, practicing constant control of the body, mind and activities. അപ്പോൾ ഒരു ദിവസം കൊണ്ട് നടക്കുന്നല്ല ഈ ധ്യാന യോഗ. ഒരുപാട് കാലങ്ങളുണ്ട്. കോൺസ്റ്റന്റ് ആയിട്ട് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും നമ്മളുടെ കർമ്മത്തിനെയും നമ്മൾ നിയന്ത്രിച്ച് അതിൽ പറഞ്ഞ പ്രകാരം നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ദ മിസ്റ്റിക് ട്രാൻസെൻഡന്റലിസ്റ്റ്, മൈൻഡ് റെഗുലേറ്റഡ്, അറ്റൈൻസ് ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. എവിടെ എത്തും? നമ്മള് ഭഗവാന്റെ ധാമിലെത്തും. എങ്ങനെ? ബൈ സെസേഷൻ ഓഫ് മെറ്റീരിയൽ എക്സിസ്റ്റൻസ്. അപ്പൊ ഈ ഭൗതിക തലത്തിലുള്ള നമ്മളുടെ ആ അസ്തിത്വം അവിടെ നിലച്ചു, അവിടെ കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്ക് ആധ്യാത്മിക ലോകത്തിലായിരിക്കും. അപ്പൊ ഇവിടെ നമ്മുടെ മെറ്റീരിയൽ എക്സിസ്റ്റൻസ് ഈസ് നോ മോർ. അല്ലേ? കാരണം നമ്മൾ വി ഹാവ് പെർഫെക്റ്റഡ് അവർ യോഗ. എങ്ങനെ? ബൈ കൺട്രോളിങ് ബോഡി, മൈൻഡ് ആൻഡ് ആക്ടിവിറ്റീസ്. മനസ് വാച കർമ്മണ. അപ്പോൾ അങ്ങനെ നമ്മളുടെ മനസ്സിനെ റെഗുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഭഗവാന്റെ ധാമിലേക്ക്, ഭഗവാന്റെ നിത്യസേവകനായിട്ട് പോകാൻ പറ്റും എന്നാണ് പറയുന്നത്.
അപ്പൊ നമ്മളുടെ ആ ഭൗതിക തലത്തിലുള്ള അസ്തിത്വം, ഓക്കെ, ആ മെറ്റീരിയൽ എക്സിസ്റ്റൻസ് നമ്മൾ ഈ യോഗ പ്രാക്ടീസിലൂടെ സക്സസ് ആയി കഴിഞ്ഞാൽ അവിടെ നിന്നു. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ആധ്യാത്മിക ശരീരം കിട്ടിയിട്ട് ഭഗവാന്റെ ധാമിലേക്ക് പോയി ഭഗവാനെ നിത്യമായിട്ട് സേവിച്ച് ജീവിക്കാൻ പറ്റും. So the ultimate goal in practicing yoga is now clearly explained. Yoga practice is not meant for attaining any kind of material facility. It is to enable the cessation of all material existence. അപ്പോൾ ഈ ശ്ലോകം കൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്തിനാണ് നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത്, അതിന്റെ ഉദ്ദേശം എന്താണ്, അതിന്റെ എൻഡ് റിസൾട്ട് എന്താണ്. എൻഡ് റിസൾട്ട് സെസേഷൻ ഓഫ് മെറ്റീരിയൽ എക്സിസ്റ്റൻസ്. അങ്ങനെ എന്താണ് സെസേഷൻ പറഞ്ഞാൽ you have to quit this material body. As long as we have this material body, we have to remain in the material world. അപ്പോൾ മോക്ഷം കിട്ടിയിട്ട് ഈ ഭൗതിക ലോകം വിട്ടിട്ട് നമ്മൾ ആധ്യാത്മിക ലോകത്തില് ഭഗവാന്റെ സേവകനായിട്ട് എത്തണം. So one who seeks an improvement in health or aspires after material perfection is no yogi according to Bhagavad Gita. അപ്പൊ ഈ ശ്ലോകം കൊണ്ട് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, അതായത് യോഗ എന്നുള്ള ആ ഒരു പ്രാക്ടീസ് എന്തിനാണെന്നുള്ളത് ഒരു മെറ്റീരിയൽ പെർഫെക്ഷൻ അല്ല. അതാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ യെസ്, അതിനുള്ള വഴികളും നമ്മുടെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അഷ്ടസിദ്ധി അല്ലേ? എന്താണ് അഷ്ടസിദ്ധി? അനിമ, മഹിമ, പ്രാപ്തി, അങ്ങനെയുള്ള പല പല തരത്തിലുള്ള 8 തരത്തിലുള്ള സിദ്ധിയുണ്ട്. ഇതെല്ലാം മെറ്റീരിയൽ ആണ്. ഇതുകൊണ്ട് നമുക്ക് ആധ്യാത്മിക ലോകത്തിൽ പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സോ നോർ ഡസ് സെസേഷൻ ഓഫ് മെറ്റീരിയൽ എക്സിസ്റ്റൻസ് എൻറ്റെയിൽ വൺസ് എൻട്രിങ് ഇൻ ടു ദ വോയിഡ്. അപ്പൊ അതും നടക്കില്ല. അതായത് ശൂന്യവാദം, ആ ഒരു പെർസെപ്ഷൻ, ശൂന്യം, എല്ലാം ശൂന്യമാണ്. ഭഗവാൻ പ്രഭുപാദ എന്താണ് പറയുന്നത്, പാശ്ചാത്യ രാജ്യത്തിൽ പോയിട്ട് ആ ശൂന്യവാദികളെ റെഫ്യൂട്ട് ചെയ്തിട്ട് ശരിക്കുള്ള ആ ഒരു പ്രോസസ്സ് ഭക്തിയോഗ പ്രചരിപ്പിക്കാൻ വേണ്ടി പോയത്. നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശത്തായിരുന്നു അല്ലേ. അപ്പൊ അവിടെ വെസ്റ്റേൺ കൺട്രിയിലെല്ലാം വോയിഡിസം, ഒന്നുമില്ല, എവറിത്തിങ് കംസ് ഫ്രം നത്തിങ് അല്ലേ, നത്തിങ്നെസ്, വോയിഡ്, ഒന്നുമില്ല. നമ്മളൊക്കെ എങ്ങനെയൊക്കെ പൊട്ടി മുളച്ചു പറയാം. യാതൊരു ഒരു കോസ് ആൻഡ് എഫക്റ്റ് ഒന്നും ഇല്ല അവിടെ. എവറിത്തിങ് ഇസ് വോയിഡ്. നമുക്ക് എല്ലാം എന്താണ് പറയുക, നിർവിശേഷ, നിരാകാര ആൻഡ് നിർഗുണ, ഇതെല്ലാം അവരെ എങ്ങനെ എടുക്കുന്നത്? നിർവിശേഷ, നോ ആട്രിബ്യൂട്ട്സ്, നിർഗുണ, നോ ക്വാളിറ്റീസ്, ആൻഡ് നിരാകാര, നോ ഫോം. ഇതിന്റെ അർത്ഥം ആക്ച്വലി പറയുകയാണെങ്കിൽ നോ സ്പിരിച്വൽ ഫോം. ഓക്കെ, ഇവിടെ നമ്മുടെ മെറ്റീരിയൽ ഫോമാണ്. ഓക്കെ, ആൻഡ് നിർഗുണ എന്ന് പറഞ്ഞാൽ നോ മെറ്റീരിയൽ ക്വാളിറ്റീസ്, സ്പിരിച്വൽ ക്വാളിറ്റി, ട്രാൻസെൻഡന്റ് ക്വാളിറ്റി. ഓക്കെ, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നിർഗുണം എന്ന് പറഞ്ഞാൽ ഒരു ഗുണമൊന്നും ഇല്ലാത്തത്. ഭഗവാൻ ഒരു ഗുണമില്ല എന്നാണ്. ഭഗവാൻ ഒരു ഗുണമില്ല വെച്ചാൽ ഭഗവാന് ഭൗതിക തലത്തിലുള്ള ഗുണമില്ല. അതായത് സത്വഗുണം, രജോഗുണം, തമോ ഗുണം, ഈ ഗുണങ്ങളില്ല. ഭഗവാന്റെ ഗുണം അത് ദിവ്യമായിട്ട് ട്രാൻസെൻഡന്റൽ ക്വാളിറ്റീസ് ആണ്. അതാണ് ശുദ്ധ സത്വത്തിലുള്ള ഗുണം. അപ്പൊ ഈവൻ അങ്ങനെ എന്താണ് പറയുന്നത്, നോട്ട് ഡസ് സെസേഷൻ ഓഫ് മെറ്റീരിയൽ എക്സിസ്റ്റൻസ് എൻറ്റെയിൽ വൺസ് എൻട്രിങ് ഇൻ ടു ദ വോയിഡ്. അങ്ങനത്തെ ഒരു വോയിഡ് എന്നുള്ള ഒരു തലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനും പറ്റില്ല. വിച്ച് ഈസ് ഓൺലി എ മിത്ത്. മിത്ത് എന്ന് പറഞ്ഞാൽ മിഥ്യ. മിഥ്യയിൽ നിന്നാണ് മിത്ത് വരുന്നത്. There is no void anywhere within the creation of the Lord. There is no void anywhere within the creation of the Lord. Rather, the cessation of material existence enables one to enter into the spiritual sky, the abode of the Lord. The abode of the Lord is also clearly described in the Bhagavad Gita as that place where there is no need of sun, moon, or electricity. എന്താണ് ആ ശ്ലോകം? നതത് ഭാഷ്യതേ സൂര്യോ.
न तद्भाषेते सूर्यो न शशाङ्को न पावकः यद्गत्वा न निवर्तन्ते तद्धाम paramam. All the planets in the spiritual kingdom are self-illuminated like the sun in the material sky. The kingdom of God is everywhere, but the spiritual sky and the planets therefore are called Paramdhama or superior. ഭഗവാന്റെ കിങ്ഡമാണ് എല്ലാം കാണുന്നതെല്ലാം. പക്ഷേ ഭഗവാന്റെ ആ പരംധാമം സുപ്പീരിയർ ആയിട്ട് കാണുന്നതാണ്. അതാണ് പരംധാമം. എന്താണ് പരംബ്രഹ്മ? ആർക്കെങ്കിലും പറയാൻ പറ്റും എന്താ ശ്ലോകം? പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭു. ഭഗവാനെ പറ്റിയിട്ട് അർജുനൻ പറയുന്ന ഭഗവാന്റെ ക്വാളിറ്റീസ് ആണ് അല്ലെ? പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭു. അപ്പൊ ആ പരംധാമിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അവിടെ നമുക്ക് എൻട്രൻസ് കിട്ടും. എല്ലാം കാണുന്നതെല്ലാം ഭഗവാന്റെ ധാമ, ഭഗവാന്റെ കിങ്ഡമാണ്. പക്ഷേ ഭഗവാന്റെ ഒരു സ്പെഷ്യൽ ധാമുണ്ട് ഭഗവാൻ ഇരിക്കുന്നത്. മറ്റത് ജീവാത്മാക്കള്, അതായത് ഭഗവാനെ സേവിക്കാൻ ആഗ്രഹമില്ലാത്ത ജീവാത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം, അതിനെ മെറ്റീരിയൽ വേൾഡ് എന്ന് പറയുന്നു. അത് ഭഗവാന്റെ സ്ഥലം തന്നെയാണെങ്കിലും കൂട്ടിയിട്ട് അത് സ്പെസിഫിക്കലി നമ്മളെ പോലുള്ളവർക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ്. ഒരു സ്റ്റേറ്റ് ലോസ്, സിവിൽ ലോസ് അനുസരിക്കാത്ത ആൾക്കാരെ എവിടെ കൊണ്ടിരുന്നു? ജയിലില്. അതും ഗവൺമെന്റ് കീഴിൽ തന്നെയാണ് അല്ലേ? പക്ഷെ ആ സ്ഥലം ആർക്ക് വേണ്ടിയിട്ടാണ്? കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക്. അതേപോലെ കാണുന്നതെല്ലാം ഭഗവാനാണ്. പക്ഷെ ഈ മെറ്റീരിയൽ വേൾഡ് ജയില് പോലെയാണ്. അതാണ് അതിനെ എന്താണ് പറയുന്നത്? എന്താണ് പറയുന്നത് മെറ്റീരിയൽ വേൾഡിനെ? ദുഃഖാലയം. ദുഃഖാലയം. അതായത് ജയിലില് സുഖം ഉണ്ടാവോ ദുഃഖം ഉണ്ടാവോ? ജയിലില് അവർക്ക് സുഖമാണ്. ഇന്നത്തെ കാലത്ത് ജയിലിൽ ചില ജയിലിലൊക്കെ നല്ല സുഖമായിട്ട് അടിച്ച് റിക്രിയേഷനും കാര്യങ്ങളും. അപ്പൊ അതായത് പുറത്ത് നിൽക്കുന്നേക്കാണ് നല്ല അത്ര ജയിലില് സുഖം പരിപാടി എന്ന് പറഞ്ഞത്. പക്ഷെ സാധാരണ ഇത്ര സുഖമായാലും ശരി, യു ആർ വിത്തിൻ ദ കൺഫൈൻമെന്റ്. നിങ്ങളുടെ ഫ്രീഡം, നമ്മുടെ പോലെ പുറത്ത് ജീവിക്കുന്ന ആൾക്കാരുടെ ഫ്രീഡം അവർക്കില്ല. അതേപോലെ ആധ്യാത്മിക ലോകത്തിലുള്ള ആ ഒരു ആനന്ദം, ആ ഒരു നോളേജ്, എറ്റേണിറ്റി ഇവിടെ ഭൗതിക ലോകത്തിലില്ല. അതാണ് വ്യത്യാസം. So all the planets in the spiritual kingdom are self-illuminated like the sun in the material sky. The kingdom of God is everywhere, but the spiritual sky and the planets therefore are called Paramdhama or superior abodes. A consummate yogi who is perfect in understanding Lord Krishna, as is clearly stated herein by the Lord himself, Mat Chitta Mat Para Mat Sthanam. Mat Chitta Mat Para Mat Sthanam can attain real peace and can ultimately reach his supreme abode, Krishna Loka, known as Goloka Vrindavan. അപ്പോൾ സുപ്രീം അബോർഡ്, ഭഗവാന്റെ സുപ്രീം അബോർഡ് എന്ന് പറഞ്ഞാൽ അത് ഗോലോക വൃന്ദാവനം. ഇൻ ദ ബ്രഹ്മ സംഹിത ഇറ്റ് ഈസ് ക്ലിയർലി സ്റ്റേറ്റഡ് ഗോലോക ഏവ നിവിശത്യ അഖിലാത്മഭൂത. ദ ലോർഡ്, ഓൾദോ റിസൈഡിംഗ് ഓൾവേസ് ഇൻ ഹിസ് അബോർഡ് called Goloka, is all pervading Brahman and the localized Paramatma as well by dint of his superior spiritual energies. No one can reach the spiritual sky Vaikunta or enter into the Lord's eternal abode Goloka Vrindavana without the proper understanding of Krishna and his plenary expansion mission. അപ്പോൾ ഭഗവാനെ പറ്റി അറിയാതെ നമുക്ക് കംപ്ലീറ്റ് നമ്മൾ പ്യൂരിഫൈ ആവാതെ ഭഗവാന്റെ ആ ധാമിലേക്ക് നമുക്ക് പോകാൻ, അത് വൈകുണ്ഠമായാലും ശരി ഗോലോക വൃന്ദാവനും ശരി, നമുക്ക് പോകാൻ പറ്റില്ല. Therefore, person working in Krishna consciousness is a perfect yogi because his mind is always absorbed in Krishna's activities. Savaimana Krishna Padaramdayo. Okay. ഈ സവൈമന കൃഷ്ണ പാദാരവിന്ദയും ഇത് ഏത് ശ്ലോകത്തിൽ നിന്ന് എടുത്താണ്? ആരെ പറ്റിയാണ്? ആരാണ് ഇതിലത്തെ ക്യാരക്ടർ? ആരാണ് പറയുന്നത്? ആരെ പറ്റിയാണ്?
Ambarish Maharaj avanu Prabhuji. Ambarish. Devotion. Ambarish Maharaj. Yes. So in the Vedas also, so the Sudara Upanishad, we learn Tam eva viditwadi mrityum edi. One can overcome the path of birth and death only by understanding Supreme Personality of Godhead Krishna. In other words, perfection of the yoga system is the attainment of freedom from material existence and not some magical jugglery or gymnastic feats to befool innocent people. Okay, 7 days yoga, 21 days yoga, 41 days yoga, and you'll become a yoga master. Okay, some sort of magical jugglery and gymnastic feats, and then to befool innocent people. Our yoga so you have to be, E kriya, A kriya, A yoga, E yoga, limbs, the first 2 limbs of the yoga, അവിടെ തന്നെ നമ്മൾ ഫെയിലിയർ ആയി. നമ്മൾ മുമ്പിൽ പോണ്ടേ? അതും ചെയ്യാണ്ടേ നമ്മൾ വി കനോട്ട് പെർസ്യൂ ദ യോഗ. എന്താണ് ആദ്യത്തെ 2 ലിംസ്? യമനിയമം. യമനിയമം എന്താണ് പറയുന്നത്? അബ്സല്യൂട്ട് ബ്രഹ്മചര്യം. Should leave the house, go to forest, secular place, not for 41 days. അല്ലേ? അപ്പൊ അവിടെ തന്നെ നമ്മൾ തോറ്റു. പിന്നെ എങ്ങനെ ഇത് നടക്കുന്നത്? യമനിയമം തന്നെ നമുക്ക് ഒന്നും അതില് പറയുന്ന ഒന്നും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. അത് ഒരു ക്വിക്ക് ഫിക്സ് അല്ല. അത് നമ്മുടെ ഉദ്ദേശം, യോഗ എന്നുള്ള ഉദ്ദേശം ഭഗവാനെ അറ്റൈൻ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ, അതാണെങ്കിൽ നടക്കില്ല. അല്ല, ഇന്നത്തെ കാലത്തുള്ള യോഗ, അതായത് ഫിസിക്കൽ എക്സസൈസ് ആണെങ്കിൽ യെസ്, അത് യാതൊരു കുഴപ്പമില്ല, അതിന് നമുക്ക് പോവാം. പിന്നെ ആ യോഗ ക്ലാസ്സിലൊക്കെ ബ്രീതിങ് എക്സസൈസും മറ്റതും ടു കീപ് ദ ബോഡി ഫിറ്റ്, ഓക്കെ, അതൊക്കെ ചെയ്യാം. പക്ഷേ ശരിക്കും യോഗ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മെറ്റീരിയൽ സെസേഷൻ ഓഫ് മെറ്റീരിയൽ എക്സിസ്റ്റൻസ് ആൻഡ് അറ്റൈനിങ് ദ സ്പിരിച്വൽ അബോർഡ്, അതാണ് യോഗ. അതാണ് ഉദ്ദേശിച്ചാൽ നടക്കില്ല. ഈ കാലത്ത് നമുക്ക് പറ്റില്ല, പറ്റാത്തൊരു പ്രോസസ്സാണ്. അല്ല, സിംപ്ലി ഒരു എക്സസൈസ് ആണെങ്കിൽ യെസ്, അത് ചെയ്യാം. ഇപ്പൊ ഭഗവാൻ കൃഷ്ണൻ ഒരു എക്സസൈസിന്റെ കാര്യമല്ല അവിടെ പറയുന്നത് അർജുനനോട്. അതിന് ഭഗവാൻ കൃഷ്ണൻ അവിടുന്ന് ഇറങ്ങി വരേണ്ട ആവശ്യമൊന്നുമില്ല ഈ എക്സസൈസ് പഠിപ്പിക്കാൻ. നമ്മുടെ സ്കൂളിലെ PT ടീച്ചറൊക്കെ പഠിപ്പിച്ചു തരും. ഇതിനെന്തിനാ ഭഗവാൻ കൃഷ്ണൻ ഇറങ്ങി? അല്ലേ? ഇത് ടോപ്പ് മോസ്റ്റ് യോഗ. ഭഗവാന്റെ അടുത്ത് എത്താനുള്ള ആ വളരെ പരമ ഗുഹ്യമായിട്ടുള്ള ആ ഒരു യോഗയാണ് ഇവിടെ പഠിപ്പിച്ചു തരുന്നത് ഭഗവാൻ. അല്ലാണ്ട് നമ്മൾ ഇന്നത്തെ കാലത്ത് കാണുന്ന യോഗ അല്ല എന്ന് പറയും. വളരെ ക്ലിയർ ആയിട്ട് 1-2 ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതിന്റെ ഉദ്ദേശം തന്നെ മെറ്റീരിയൽ എക്സസിനെ നിർത്തിയിട്ട് നമുക്ക് പരംധാമത്തിൽ പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരാണ്. അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സീരിയസ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നതാണ്, അല്ലാണ്ട് നടക്കില്ല. അല്ലെങ്കിൽ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പ്രവാദം പറയുന്നുണ്ട്, ആൻഡ് നോട്ട് സം മാജിക്കൽ ജഗ്ലറി ഓർ ജിംനാസ്റ്റിക് ഫീറ്റ്സ് ടു ബിഫൂൾ ഇന്നസെന്റ് പീപ്പിൾ. വളരെ ക്ലിയർ ആണ്. 16 നാതി അശ്നതസ്തു യോഗോസ്തി ന ചൈകാന്തം അനശ്നതാം ന ചാതി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന. രൂപശ്രീ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. നാദി അശ്നതസ്തു യോഗോസ്തി ന ചൈകാന്തം അനസ്തനത ന ചാതി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന. സിമി മാതാജി. Translation: There is no possibility of one's becoming a yogi, O Arjuna, if one eats too much or eats too little, sleeps too much or does not sleep enough. Okay. നമുക്കുള്ള ശ്ലോകങ്ങളത്. There is no possibility of one's
becoming a yogi. Oh, Arjuna, if one eats too much or eats too little, sleeps too much or does not sleep. If it eats too much and sleep too much, എന്തായി നമ്മള് യോഗിയല്ല, ഭോഗിയല്ല, രോഗിയല്ല, ദ്രോഹി. അല്ലേ? അപ്പൊ നമ്മൾ ആ തലത്തിലേക്ക് പോകും. യോഗി ടു ഭോഗി ടു രോഗി ടു ദ്രോഹി. Okay. So regulation of diet and sleep is recommended herein for the yogis. ഒരുപാട് റെഗുലേഷൻ, അതാണ് യമനിയമങ്ങൾ പറയുന്നുണ്ട്. അതാണ് യമനിയമം. അവിടെ തന്നെ നമ്മൾ ഫെയിലായി. Regulation of diet and sleep is recommended herein for the yogis. Too much eating means eating more than is required to keep the body and soul together. There is no need for men to eat animals because there is ample supply of grains, vegetables, fruits, and milk. Such simple foodstuff is considered to be in the mode of goodness according to Bhagavad Gita. For food habit. യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും നമ്മുടെ ആഹാരം, അത്യാഹാരം പാടില്ല, മിതാഹാരമേ പാടുള്ളൂ. അത് മാത്രമല്ല, നമ്മൾ എപ്പോൾ എഴുന്നേൽക്കണം, എന്തെല്ലാം ചെയ്യണം, ഇതെല്ലാം അവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് യമനിയമത്തിൽ. അപ്പൊ കൂടുതൽ കഴിക്കാൻ പാടില്ല, കൂടുതൽ ഉറങ്ങാൻ പാടില്ല, ഇതൊക്കെ വളരെ നിർബന്ധമാണ്. അല്ലാത്തവർക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അനിമൽസ്, ഓക്കെ, ആ അനിമൽസ് കഴിക്കാനുള്ള ഒരു പ്രൊവിഷൻ നമ്മുടെ വേദത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടി ഒരു യോഗ പ്രാക്ടീഷണർക്ക് ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം വെച്ചാൽ ഇഷ്ടം പോലെ നമുക്ക് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മിൽക്ക് എല്ലാം കിട്ടുന്നുണ്ട്. അത് മിതാഹാരമായിട്ട് കഴിച്ച്, ഓക്കെ, ടു കീപ് ദ ബോഡി ആൻഡ് സോൾ ടുഗദർ എന്ന് ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? ഈറ്റിംഗ് മീൻസ് eating more than is required to, too much eating means eating more than is required to keep the body and the soul together. Too much eating is not good. It's not necessary. Especially animals ഒന്നും കഴിക്കാൻ പാടില്ലാത്ത ഫോർബിഡൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കഴിക്കാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ചുരുക്കത്തില് ഇതെല്ലാം സ്ലോലി ആൻഡ് ഗ്രാജുവലി നമ്മളെ അപ്ഗ്രേഡ് ചെയ്യാനാണ്. അതായത് നമ്മുടെ തമോ ഗുണത്തിലോ രജോ ഗുണത്തിലോ ആണെങ്കിൽ തന്നെ അങ്ങനെയുള്ള പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അതിന്ന് നമ്മൾ ഉയരണം, സത്വഗുണത്തിലേക്ക് പോകണം. സത്വഗുണത്തിലെ നമുക്ക് വിശുദ്ധ സത്വഗുണത്തിലേക്ക് പോകാൻ പറ്റില്ല. അല്ലാണ്ട് സ്റ്റേറ്റ് അവേ ഇന്നലെ മിഞ്ഞാന്തൊരു ക്ലാസ് എടുത്തപ്പോ ഒരു ചോദ്യം ചോദിച്ചു ഒരു ക്ലാസ്സിൽ. ഓക്കെ, ഒരു ബുച്ചറായിട്ട് ജോലി ചെയ്യാണ് സ്ലോട്ടർ ഹൗസിൽ. പക്ഷെ അദ്ദേഹം സത്വഗുണത്തിലാണ്. ബുച്ചറായിട്ട് വേറെ വഴിയില്ലാണ്ട് ബുച്ചറായിട്ട്. നമ്മൾ സത്വഗുണത്തിലാണെങ്കിൽ ഒരിക്കലും ബുച്ചറായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല, അല്ലേ? രണ്ടും വിരോധാഭാസാണ്. സത്വഗുണത്തിലുള്ള ഒരാൾക്ക് എങ്ങനെ ബുച്ചറായിട്ട് ജോലി ചെയ്യാൻ പറ്റും? ഒരു നല്ലൊരു ബ്രാഹ്മണൻ, ഫോർ എക്സാമ്പിൾ സത്വഗുണത്തിലുള്ള ഒരു ബ്രാഹ്മണന് അവിടെ ഒരു മൃഗത്തിനെ, ഒരു പശുവിനെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആടിനെ ഉണ്ടെച്ചാൽ അതിനോട് സോർട്ട് ചെയ്യാൻ പറഞ്ഞ് ചെയ്യാൻ പറ്റില്ല. കാരണം സത്വഗുണത്തിൽ ആ കാര്യം ചെയ്യാൻ പറ്റില്ല. തമോ ഗുണത്തിലുള്ള ഒരാളുടെ അടുത്ത് ഒരു മൃഗത്തിനെയും ഒരു കത്തിയും കൊണ്ടെടുത്ത് ഒരു കത്തിയും കൊടുത്താൽ പെട്ടെന്ന് നിമിഷം കൊണ്ട് പറയുന്നതിന്റെ മുമ്പേ തന്നെ അയാൾ വെട്ടും. കാരണം തമോ ഗുണത്തിലാണ്. സത്വഗുണത്തിലുള്ള ആൾക്കാർക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ രണ്ടും കൂടി മാച്ചില്ല, അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് ചോദ്യം തന്നെ റിലവൻസ് ഇല്ല. കാരണം സത്വഗുണത്തിലുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ പറഞ്ഞു അദ്ദേഹം ഉദ്ദേശിച്ചത് അതല്ല. പിന്നെ വേറൊരു കാര്യം പറഞ്ഞപ്പോ മിലിറ്ററിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ മറ്റുള്ളവരെ കൊല്ലാണ്. ഓക്കെ, അവരെ ഫൈറ്റ് ചെയ്യുമ്പോൾ യുദ്ധത്തില് മറ്റുള്ളവരെ കൊല്ലുന്നു. അത് അവരാൾ ചെയ്യുന്നതല്ല, അവരോട് ഇൻസ്ട്രക്ഷൻ ചെയ്യാണ്, അല്ലെ? അപ്പൊ അത് ശരിയാണ്. അത് വേറെ ആരാണോ ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അത് ഒരു ഓത്തന്റിക് ഒരു അതോറിറ്റിയാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ അതോറിറ്റി അതിന്റെ കർമ്മഫലം ഏറ്റെടുക്കും. ഇപ്പോ നമ്മുടെ നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സോൾജേഴ്സ് ഉണ്ട്. ആ സോൾജേഴ്സ് യുദ്ധത്തിന് പോകുന്നു. ആരുടെ ഓർഡർ പ്രകാരം, ഇൻസ്ട്രക്ഷൻ പ്രകാരം? ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ അതിന്റെ കമാൻഡർ ഇൻ ചീഫിന്റെ. അപ്പോൾ സോൾജേഴ്സിന് അതിൽ യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. ദാറ്റ് ഈസ് ദേ ആർ ഡൂയിങ് ദ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് ദ കൺട്രി, അല്ലെ? ഇപ്പോ ഭഗവാൻ കൃഷ്ണൻ അർജുനോടും പറയുന്നുണ്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ?
ഭഗവാന്റെ നിർദ്ദേശമാണ്. അപ്പൊ അർജുനൻ ഒരുപാട് ആൾക്കാരെ കൊല്ലുന്നത് അല്ല, ഇതുണ്ടോ? സിൻഫുൾ റിയാക്ഷൻസ് അർജുനന് കിട്ടുന്നുണ്ടോ? ഇല്ല, കിട്ടുന്നില്ല അല്ലെ? യുധിഷ്ഠിരന് അപ്പോ അർജുനന് കൺഫ്യൂഷൻ യുദ്ധത്തിന്റെ മുമ്പായിരുന്നു, യുധിഷ്ഠിര മഹാരാജിന് കൺഫ്യൂഷൻ യുദ്ധത്തിന് ശേഷമായിരുന്നു അല്ലെ? രണ്ടുപേർക്കും കൺഫ്യൂഷനായി. യുദ്ധത്തിന് മുമ്പ് അർജുനന് എന്തായിരുന്നു കൺഫ്യൂഷൻ? ഞാനാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്, ഇവരെല്ലാം കൊന്നൊടുക്കിയാൽ എനിക്ക് പാപം കിട്ടില്ലേ? ആൻഡ് യുദ്ധത്തിന് ശേഷം യുധിഷ്ഠിര മഹാരാജിന് എന്താണ് കൺഫ്യൂഷൻ? എന്താണ്? കേൾക്കുന്നില്ല, മ്യൂട്ടാണ്. രൂപേശ്രീ മാതാജി പറഞ്ഞു കേട്ടില്ല, മ്യൂട്ടായിരുന്നു. അല്ലെ, ഞങ്ങളുടെ കാരണം കൊണ്ടാണ് ഇത് സംഭവിച്ചത്, അങ്ങനെ വല്ലതാണ് പ്രഭുജി? ആ, ഞാനാണ് ഇതിന്റെ റെസ്പോൺസിബിൾ, കംപ്ലീറ്റ്. ഞാൻ കാരണം ഇത്രയും കോടിക്കണക്കിന് ആൾക്കാരെ അവരുടെ ജീവൻ ത്യജിക്കേണ്ടി വന്നില്ലേ? അവരെല്ലാം മരിച്ചു പോയില്ലേ? ഇപ്പൊ ഞാനായി. എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ലേ? വ്യാസദേവൻ പറഞ്ഞു നോക്കി, കൃഷ്ണ ഭഗവാൻ പറഞ്ഞു നോക്കി, ബാക്കി എല്ലാവരും പറഞ്ഞു നോക്കി. ഏസിന്റെ എപ്പോഴും താൻ തന്നെ ഏറ്റെടുക്കണം, ഞാൻ കാരണമല്ലേ. എന്നിട്ട് ഭഗവാൻ എന്താ ചെയ്തത്? ഭീഷ്മാചാര്യരുടെ അടുത്ത് കൊണ്ടുപോയി. ശരശയ്യയിൽ കിടക്കുന്നത് ഭീഷ്മ പിതാമഹനാണ് കംപ്ലീറ്റ് പറഞ്ഞു കൊടുത്തത്. ഇതിന്റെ കാരണങ്ങളൊക്കെ മനസ്സിലായി. അപ്പൊ അത് ഭഗവാൻ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? വ്യാസദേവൻ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഭഗവാനും അതന്നെ ആഗ്രഹിക്കുന്ന ഭീഷ്മ പിതാമഹനെ കൊണ്ടിട്ട് ഇത് യുധിഷ്ഠിരൻ പറഞ്ഞു കൊടുക്കണം. ആ ക്രെഡിറ്റ് ആര് കൊടുക്കണം? ഭീഷ്മ പിതാമഹന് കൊടുക്കണം. അല്ലെങ്കിൽ ഭഗവാൻ വിചാരിച്ച് നടക്കാത്ത വല്ല കാര്യങ്ങളുണ്ട്. അപ്പൊ ഭഗവാനെ തന്നെ ആഗ്രഹിച്ച് ഞാൻ പറഞ്ഞാൽ അത് യുധിഷ്ഠിരന് മനസ്സിലാവാൻ പാടില്ല എന്ന് തന്നെ ഭഗവാനും ആഗ്രഹിച്ചത്. പറഞ്ഞു നോക്കി എങ്കിലും കൂടിയിട്ട് ഭഗവാന്റെ ആഗ്രഹം അതായിരുന്നു, ഇത് ഭീഷ്മ. അപ്പൊ രണ്ടുപേർക്കും കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ ചുരുക്കത്തില് ആ സോൾജിയറിന്റെ ഡ്യൂട്ടി ആരാണോ ഇൻസ്ട്രക്ട് ചെയ്യുന്നത്, കമാൻഡർ ഇൻ ചീഫ് ഗവൺമെന്റ് ഓഫീസർ ആരാണെങ്കിലും, അപ്പൊ അവരതിന്റെ എഴുതും. അതേസമയം അപ്പൊ എത്ര ആൾക്കാർ കൂടുതൽ കൊന്നു അത്രയും അവർക്ക് പ്രൊമോഷനും അത്രയും സ്റ്റാർ ഇവിടെ കൂടും. 1, 2, 3, 4, 5, 6 സ്റ്റാറും പിന്നെ കുറെ നെറ്റിപ്പട്ടം പോലെ കുറെ ബാഡ്ജസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഈ മിലിറ്ററി ഓഫീസേഴ്സിന്, ഇല്ലേ? എന്താണ്? അതായത് അവരത്രയും കൂടുതൽ ശോഭിക്കുന്നു ആ ഫീൽഡിൽ, അവരുടെ കോൺട്രിബ്യൂഷൻ അത്രയും എന്താണ് ആ യുദ്ധത്തിൽ. അതേ ആ ഒരു വ്യക്തി, അങ്ങനെ ഒരുപാട് മെഡലും കാര്യങ്ങളൊക്കെ കിട്ടിയ ഒരു വ്യക്തി തൻ്റെ വീട്ടിൽ വന്നിട്ട് അയൽപ്പക്കത്തിൽ ഒരാളായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ആ തോക്കെടുത്തിട്ട് വെടിവെച്ച് വന്നാൽ എന്തായിരിക്കും? നേരെ ഇവിടെ പോവും. രണ്ടും കൊല്ലുന്നതാണ്. ഒരാള് ആരുടെ നിർദ്ദേശപ്രകാരം ഗവൺമെന്റ് അതിനവിടെ മെഡൽ കിട്ടി, ഇവിടെ സ്വന്തം ഇഷ്ടപ്രകാരം സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ, ഇന്ദ്രിയതൃപ്തിക്ക് വേണ്ടിയിട്ട് അടുത്തുള്ള വീട്ടിലെ ആളെ വെടിവെച്ചു വന്നു, അതിന് ജയിലിൽ പോയി. ഇന്നിവിടെ മെഡൽ കിട്ടി. അപ്പോ ആ ഒരു വ്യത്യാസമാണ് ഞാൻ പറഞ്ഞ. അപ്പൊ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. അതേപോലെ ഡോക്ടറുടെ നൈഫ് ഒരു കണ്ണന്റെ കയ്യിൽ കിട്ടിയാലും ഒരു സർജന്റെ കയ്യിലും നൈഫുണ്ട്, ഒരു കള്ളന്റെ കയ്യിലും നൈഫുണ്ട്. രണ്ടുപേരും ഉപയോഗിക്കുന്നത് രണ്ട് കാര്യത്തിനാണ്. നൈഫിനെ കുറ്റപ്പെടുത്താൻ പറ്റും നമുക്ക്, ഞാനല്ല വന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിന്റെ പാപം കിട്ടില്ല. ഭഗവാൻ ഇവിടെ ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നത്, അതേപോലെ ഒരു അതോറിറ്റി ഇൻസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്താലും അതിന്റെ പാപം കിട്ടില്ല എന്നാണ് പറയുന്നത്. അതാണ് അതിന്റെ അർത്ഥം. സോ ഇവിടെ പറയുന്നത് നമുക്ക് സ്ലോട്ടർ, കില്ലിങ് അനിമൽസ് കാണിച്ചത് നമുക്ക് പറഞ്ഞിട്ടുള്ള ഫുഡ് അല്ലാതെ നമുക്ക് ആംപിൾ ഗ്രെയിൻസും വെജിറ്റബിൾസും ഫ്രൂട്ട്സ് മിൽക്ക് എല്ലാം കിട്ടുന്നുണ്ട്. സച്ച് സിമ്പിൾ ഫുഡ് സ്റ്റഫ് ഈസ് കൺസിഡർഡ് ടു ബി ഇൻ ദ മോഡ് ഓഫ് ഗുഡ്നസ്. അപ്പോൾ അതിനെ മോഡ് ഓഫ് ഗുഡ്നസ്സിലുള്ള ആ ഒരു ഐറ്റംസ് ആയിട്ടാണ്. ബാക്കിയുള്ളതെല്ലാം മോഡ് ഓഫ് ഇഗ്നോറൻസ്, എസ്പെഷ്യലി നോൺ വെജിറ്റേറിയൻ ഇസ് മോഡ് ഓഫ് ഇഗ്നോറൻസ്. അപ്പൊ അവർക്ക് അതിന്റെ പാപകർമ്മങ്ങൾ കിട്ടും. അപ്പോൾ അത് അനുഭവിക്കാൻ വേണ്ടി, അത് സഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വീണ്ടും വീണ്ടും തിരിച്ചു വരേണ്ടി വരും. അങ്ങനത്തെ രാക്ഷസന്മാരുടെ അല്ലെങ്കിൽ തമോ ഗുണത്തിലുള്ള ആ ഒരു ഫാമിലി തന്നെ അവർ ജനിക്കും. അല്ലെങ്കിൽ they will lie down to lower species. Of course അതിന്റെ ആ ഒരു പ്രകൃതി നിയമം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അനുസരിച്ച് അവർക്ക് വീണ്ടും ജനിക്കേണ്ടി വരും. പക്ഷെ ഇതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വി ഹാവ് ടു
rise from the lowest mode to the highest mode. Either ignorance in the passion in the goodness, goodness in the pure mode of goodness. Padinunda Uru step one straight away mode of ignorance in Namaka Bhagavadam Buam Betile. So animal food is for those in the mode of ignorance. Therefore, those who indulge in animal food, drinking, smoking, and eating food, which is not first offered to Krishna, will suffer sinful reactions because of eating only polluted things. Bhunjate te dokam pava e pachanti atmakarana. എന്താണ് പറയുന്നത്? ആരാണോ ഭഗവാൻ കൃഷ്ണന് യജ്ഞത്തിൽ സമർപ്പിക്കാതെ ഭക്ഷണം കഴിക്കുന്നത്, ഓക്കെ, അവർക്ക് എന്താണ്? അവർ വെറും പാപമാണ് കഴിക്കുന്നത്. യജ്ഞശിഷ്ടാസിനോ ശാന്തോ മുച്ചന്തേ സർവകിൽബിഷൈ ഭുഞ്ചതേ തേ തോകം പാപം ഏ പചന്തി ആത്മകാരണം. അവർ വെറും പാപമാണ് കഴിക്കുന്നത്. എനിവൺ ഹു ഈറ്റ്സ് ഫോർ സെൻസ് പ്ലഷർ ഓർ കുക്സ് ഫോർ ഹിംസെൽഫ്, not offering his food to Krishna, eats only sin. ഭഗവാന് സമർപ്പിക്കാതെ കഴിക്കുന്നതെല്ലാം പാപമാണ്. പക്ഷെ എന്താണ് ഭഗവാന് സമർപ്പിക്കാൻ പറ്റുന്നത്? അത് മാത്രമേ സമർപ്പിക്കാൻ പറ്റൂ. അത് ഭഗവാൻ പറയുന്നുണ്ട്, പത്രം പുഷ്പം ഫലം തോയം, അല്ലെ? അതാണ് ഭഗവാൻ അക്സെപ്റ്റ് ഉള്ളൂ. അപ്പൊ അതനുസരിച്ചിട്ടുള്ള ഭോഗം ഉണ്ടാക്കിയിട്ട് ഭഗവാൻ അത് സമർപ്പണം ചെയ്തിട്ട് അർപ്പിച്ചിട്ട് നമ്മൾ അതിന്റെ റെമനൻസ് കഴിക്കണം. A person in Krishna consciousness does not eat anything which is not first offered to Krishna. Therefore, only the Krishna conscious person can attain perfection in yoga practice. വീണ്ടും വീണ്ടും ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ തവണയാണ് പ്രഭാത് പറയുന്നത്, അല്ലേ? I think this is the third time Prabhupada is saying, repeating this in the purport. Therefore, only the Krishna conscious person can attain perfection in yoga practice. In the yoga, bhakti yoga. Nor can one who artificially abstains from eating, manufacturing his own personal process of fasting, practice yoga. The Krishna conscious person observes fasting as it is recommended in the scriptures. അപ്പോൾ നമ്മളാൽ ഉണ്ടാക്കപ്പെട്ട ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, പാടില്ല. എന്താണ് ശാസ്ത്രം പറയുന്നത്? അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ആധാരപ്രകാരം നമ്മൾ ജീവിക്കണം. അപ്പോൾ എന്താണ് പറയുന്നത്? കൃഷ്ണ കോൺഷ്യസ് പേഴ്സൺ ഒബ്സർവ് ഫാസ്റ്റിംഗ് ആസ് ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ഇൻ ദ സ്ക്രിപ്റ്റേഴ്സ്. നമ്മളുടെ ഒരു പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഫാസ്റ്റ് ചെയ്യാനോ ഒന്നും പാടില്ല. എന്താണോ നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നത് അത് പ്രകാരം നമുക്ക് ഫാസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. He does not fast or eat more than is required, and he is thus competent to perform yoga practice. ഫാസ്റ്റിയും ചെയ്യില്ല, കൂടുതൽ കഴിക്കുകയും ചെയ്യില്ല അനാവശ്യമായിട്ട്. എന്താണോ ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടില്ല അത് പ്രകാരം മാത്രമേ ചെയ്യുള്ളൂ. വൺ ഹു ഈറ്റ്സ് മോർ ദാൻ റിക്വയർഡ് വിൽ ഡ്രീം വെരി മച്ച് വൈൽ സ്ലീപ്പിംഗ്. അപ്പോൾ കൂടുതൽ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ കൂടുതൽ കഴിക്കുന്നുണ്ട് നമ്മുടെ. So we have to minimize it. Okay. One who eats more than required will dream very much while sleeping. കടന്ന സമയം മുതൽ രാവിലെ വരെ സ്വപ്നം കാണുന്നുണ്ടായിരിക്കും, അല്ലേ? And he must consequently sleep more than is required. One should not sleep more than 6 hours daily. One who sleeps more than 6 hours out of 24 is certainly influenced by the mode of ignorance. The person in the mode of ignorance is lazy and prone to sleep a great deal. Such a person cannot perform yoga. അപ്പൊ ഓരോരുത്തർ നോക്കിക്കൂടെ എത്ര മണിക്കൂർ ഉറങ്ങുന്നുണ്ട് ഒരു ദിവസം? 6 മണിക്കൂറോ 7 മണിക്കൂറാണോ 10 മണിക്കൂറാണോ? Then you can estimate yourself. Hare Krishna. Okay, next 17 അടുത്ത ക്ലാസ്സിൽ ഹരേ കൃഷ്ണ. പ്രഭുജി, അപ്പൊ നമ്മുടെ ഇതിലേ അയ്യോ ഒരു മിനിറ്റ്, 1 സെക്കൻഡ്. പാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ वैष्णवेभ्यो नमो नमः. अनंत कोटि वैष्णव की जय. श्रील प्रभुपाद की जय. गुरु महाराज की जय. जय